PM ശ്രീക്കൊപ്പം സംഘപരിവാർ അജണ്ടകളൊന്നും തന്നെ കടന്നു വരില്ല എന്നാണോ ഇടതുപക്ഷം, CPIM, വീണ്ടും പിണറായി ഭക്തർ വാദിക്കുന്നത്? എങ്കിൽ ഈ പറയുന്ന 1400 കോടി രൂപ എന്തേ വൈകിച്ചു? ഇതങ്ങ് നേരത്തെ ഒപ്പിട്ട് വാങ്ങാമായിരുന്നല്ലോ. PM ശ്രീ നമ്മുടെ സ്കൂളുകളിലേക്ക് കടന്നു വരില്ല എന്ന് പറഞ്ഞിരുന്നത് CPI മാത്രമല്ല, CPIMൻ്റെ കേന്ദ്ര സെക്രട്ടറി കൂടിയാണ്. SFIയും CPIM ബുദ്ധിജീവികളും ഇതിനെതിരെ പ്രസംഗിച്ച് നടന്നതാണ്. PM ശ്രീയുടെ കൂടെ എഴുന്നള്ളിക്കപ്പെടുന്ന സംഘപരിവാർ അജണ്ടകളെപ്പറ്റി ഇടതുപക്ഷം വലിയ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കിയിരുന്നതാണ്. പിന്നെ എന്തേ ഈ നിലപാടങ്ങും മാറിപ്പോയി? അതേക്കുറിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ന്യായമായും അവകാശമുണ്ട്. കാരണം ഈ നാടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചതികളിലൊന്നാണിത്. ഇവിടെ സംഘപരിവാരത്തിന് തുറന്നു കൊടുക്കുന്ന ഏറ്റവും വലിയ വാതിലാണിത്. ഇത് ന്യായീകരിക്കാൻ കേരളത്തിന് പുറത്തുള്ള ചില സംസ്ഥാനങ്ങളുടെ കഥ മതിയാകാതെ വരും. കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങളിൽ PM ശ്രീ ഒപ്പിട്ടിരുന്നല്ലോ എന്ന ന്യായീകരണവും പോരാതെ വരും. കാരണം ഇക്കാര്യത്തിൽ കേരളത്തിന് മറ്റൊരു സംസ്ഥാനവും മാതൃകയല്ല. എന്നല്ല, ഈ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ PM ശ്രീ ഒപ്പിട്ടിരുന്ന കാലത്ത് 2022-ലും 2023-ലും PM ശ്രീ എന്തായിരുന്നു, അതല്ല ഇപ്പോഴതിൻ്റെ അവസ്ഥ. പാഠപുസ്തകങ്ങൾ, പ്രത്യേകിച്ച് ചരിത്ര പാഠപുസ്തകങ്ങൾ ഇത്രയധികം വികലമാക്കപ്പെടുന്നത് 2024-ലാണ് നമ്മൾ കാണുന്നത്. സിലബസുകൾ വക്രീകരിക്കപ്പെടുന്നത് നമ്മൾ കണ്ടു. അതിനെതിരെ ഇവിടെ മൊഡ്യൂളുകൾ വരെ ഇറക്കപ്പെട്ടിരുന്നല്ലോ. ഇങ്ങനെയൊക്കെ സംഘപരിവാർ അജണ്ടകൾ വെളിപ്പെട്ട ഒരു കാലത്ത് സ്വന്തം ഘടകകക്ഷിയായ CPIയുടെ മന്ത്രിമാരെ വരെ പറ്റിച്ച് സ്വന്തം പാർട്ടിയെ ഏതാണ്ട് കബളിപ്പിച്ച് സംഘപരിവാരത്തിന് ഇവിടെ പരവതാനി വിരിച്ചു കൊടുക്കുന്നതിൻ്റെ പിന്നിലെ കാരണം എങ്ങനെയാണ് CPIM വിശദീകരിക്കാൻ പോകുന്നത്? 10,000 കോടി രൂപ തന്നാലും നാഗ്പൂർ പദ്ധതിയായ PM ശ്രീ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന ഒരാൾ അയൽപ്പക്കത്ത് MK സ്റ്റാലിൻ അവിടെ ഉണ്ടാകുമ്പോൾ ഏത് കാശിൻ്റെ കണക്ക് പറഞ്ഞ് CPM ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തും? അല്ലെങ്കിലും പ്രതിപക്ഷം പറയുന്നത് പോലെ CPI അല്ല, AIYFും AISFും അല്ല, CPIM തന്നെ പറഞ്ഞാലും പിണറായി വിജയൻ ഈ വിഷയത്തിൽ വേറൊന്നും കേൾക്കുമായിരുന്നില്ല എന്നതല്ലേ സത്യം. ഒരു കാര്യം കൂടി പറഞ്ഞേ പോകണം. സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെട്ട പണം തടഞ്ഞു വെച്ച് ഇതുപോലെ ഭീഷണിപ്പെടുത്തുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഈ പരിപാടിയുണ്ടല്ലോ, അത് ഏകാധിപത്യത്തിൽ കുറഞ്ഞൊന്നുമല്ല. നരേന്ദ്രമോദിയാകട്ടെ ഈ രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തെ തകർത്ത് തരിപ്പണമാക്കുകയാണ്, കശാപ്പ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ നാഗ്പൂർ സംവിധാനങ്ങൾക്ക് ഇതുപോലെ ഇളവും ഇടവും കണ്ടെത്തുന്ന പരിപാടികൾക്ക് രാജിയാകാൻ കോൺഗ്രസ് ആയാലും ഇടതുപക്ഷമായാലും നിന്നുകൊടുക്കരുത്. ഇതൊക്കെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇപ്പോൾ മനസ്സിലാകുമോ ആവോ?